കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ യുവതലമുറയുടെ പങ്കും നിലവിലെ ഭരണ സംവിധാനങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് കൊച്ചി ജെയിൻ സർവകലാശാല സംഘടിപ്പിച്ച സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ പ്രസംഗം ശ്രദ്ധേയമാവുകയാണ്. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ തൊഴിൽ തേടിയും ഉപരിപഠനത്തിനായും കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന പ്രവണത സംസ്ഥാനത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ഘടനയിൽ വരുത്തുന്ന ആഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം ഗൗരവകരമായ നിരീക്ഷണങ്ങൾ പങ്കുവച്ചു. UDF അധികാരത്തിൽ വന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും യുവാക്കളുടെ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനുമായി പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്ന ഒരു പുതിയ വകുപ്പ് തന്നെ രൂപീകരിക്കുമെന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം സമ്മിറ്റിൽ നടത്തിയത്. കുടിയേറ്റത്തിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മുൻകാലങ്ങളിൽ മലയാളി യുവാക്കൾ പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിലേക്കായിരുന്നു പോയിരുന്നത്. ഗൾഫ് കുടിയേറ്റത്തിലൂടെ വിദേശ പണം വലിയ തോതിൽ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യാസമാണ്. ഉന്നത പഠനത്തിനായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കുമാണ് ഭൂരിഭാഗം യുവാക്കളും പോകുന്നത്. അവിടെ പഠനം പൂർത്തിയാക്കി അവിടുത്തെ തൊഴിൽ മേഖലയുടെ ഭാഗമാകുന്ന ഇവർ നാട്ടിലേക്ക് പണം അയക്കുന്ന സാഹചര്യം കുറവാണെന്നും അവർ അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. ഇത് കേരളത്തിലെ പ്രതിഭകളുടെയും സാമ്പത്തിക സ്രോതസ്സിന്റെയും ചോർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ വികസനത്തിന്റെ വേഗത കുറയ്ക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്.